ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങേണ്ടത് IIT-യിൽ നിന്നാണ്. എന്താ IIT-യുടെ പ്രത്യേകത? നമുക്ക് IIT എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ തോന്നും. സൂര്യനാരായണൻ അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം ഇൻഫോസിസിന്റെ ചെയർപേഴ്സണാണ്. അദ്ദേഹം US കൊണ്ടുപോയിട്ടാണ് മകനെ ചേർത്തത് പഠിക്കാൻ. അങ്ങനെ ഒരിക്കലും മകനെ കാണാൻ വേണ്ടി US പോയി. അതും കൂടി നിങ്ങളൊന്ന് വായിക്കണം. അതിന്റെ കൂട്ടത്തിൽ US പോവാണ് മകനെ കാണാൻ. ആ സമയത്ത് അവിടെ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ സാർ ഇന്ത്യയിലെ ഇത്രയും വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിട്ട് US കൊണ്ടുവന്ന് ചേർത്തത് എന്ന പത്രക്കാരുടെ ചെറുതായിട്ട് ഒരു കൊളുത്തി വലിഞ്ഞ ഒരു ചോദ്യം. അദ്ദേഹം അന്ന് മറുപടി എന്താ കൊടുത്തതെന്നറിയോ? IIT-യുടെ എൻട്രൻസ് എക്സാമായ JEE പാസ്സാകാത്തത് കൊണ്ട് എന്നാണ്. ജോയിന്റ് എൻട്രൻസ് എക്സാം പാസ്സാകാത്തത് കൊണ്ട്. അതുകൊണ്ട് IIT-യെ നമ്മൾ ചെറുതാക്കണ്ട. നിങ്ങളറിയോ, ഇന്ന് ലോകത്തിലെ ഏറ്റവും ടോപ്പ് മദർ കമ്പനി അത് ആൽഫബറ്റ് ആണ്. അതിന്റെ ഒരു കമ്പനിയാണ് ഗൂഗിള്. ആ ആൽഫബറ്റിന്റെ തലക്കത്തിരിക്കുന്നത് ആരാന്നറിയോ? ഈ പറയുന്ന IIT-യിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സുന്ദർ പിച്ചേ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അടുത്ത കാലഘട്ടത്തിൽ ഉയർന്നു പോകട്ടെ, അതിനുള്ള പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ JEE എഴുതിപ്പിച്ചിട്ട് അതിമനോഹരമായി IIT-യിൽ എത്തിക്കുക എന്ന് നമ്മൾ ചർച്ച ചെയ്യണം. നിങ്ങളിപ്പോൾ ഇവിടെ അതിമനോഹരമായി ഡയാലിസിസ് സെന്ററിന് 10 ലക്ഷം രൂപ കൊടുത്തല്ലോ. ഞാൻ അതിനൊന്ന് തലതിരിച്ച് പറഞ്ഞോട്ടെ. നല്ലത്, ഏറ്റവും നല്ല രീതിയിൽ എല്ലാ പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു. എല്ലാ രീതിയിലും അതിനെ അനുമോദിച്ചുകൊണ്ടും ശ്ലാഘിച്ചുകൊണ്ടും പറഞ്ഞോട്ടെ, എങ്ങനെയാണ് കിഡ്നി രോഗം ഇല്ലാതിരിക്കുക എന്നുള്ള ഒരു സെമിനാറെങ്കിലും നമ്മൾ നടത്തിയിട്ടുണ്ടോ? പ്രൊആക്റ്റീവായിട്ട് പോകണം, നമ്മൾ റിയാക്റ്റീവായിട്ട് പോവുക. കുറേ ആൾക്കാർക്ക് ഈ രോഗം വന്നിട്ട് ഡയാലിസിസ് സെന്ററിൽ തുടങ്ങലല്ല അതിൻ്റെ രീതി. വരാനിരിക്കുന്ന ആളുകൾക്ക് അതെങ്ങനെ വരാതിരിക്കുക എന്നതിൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങളും അവിടെ അച്ചടക്കപരമായ രീതിശാസ്ത്രങ്ങളും എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്ന സെമിനാറുകൾ നടക്കട്ടെ. ആ സെമിനാറിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ ജീവിതശൈലി മാറിയിട്ടെങ്കിലും വിധി എന്ന് പറഞ്ഞാൽ, അപ്പം നിങ്ങൾ വിചാരിക്കും അതൊക്കെ പടച്ചോന്റെ വിധി ഉണ്ടെങ്കിൽ നടക്കൂലേ? പടച്ചോന്റെ വിധി 2 എണ്ണമാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന് ഖദ്റെ മജ്ബൂരി, മറ്റൊന്ന് ഖദ്റെ ഇഖ്തിയാരി. അത് നമ്മൾ തെറ്റരുതൊരിക്കലും. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് ചാടിയിട്ട് ഞാൻ പറയാണ് ഇത് പടച്ചോന്റെ വിധിയാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൂയിസൈഡ്. അത് ആത്മഹത്യയാണ്. അതിന് തെറ്റുണ്ട്, കുറ്റമുണ്ട്, ശിക്ഷയുണ്ട് പടച്ചോന്റെ അടുത്തുനിന്ന്. അങ്ങനെ ചാടാൻ പാടില്ല. ഇങ്ങനെ ഓടി വരുന്ന വണ്ടിയുടെ മുന്നിലേക്ക് കണ്ട് ചാടിയിട്ട് പടച്ചോന്റെ വിധിയാന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ? അതിന് തെറ്റുണ്ട്, കുറ്റമുണ്ട്, ശിക്ഷയുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്. അപ്പം മജ്ബൂരിയായിട്ട് വരുന്ന നമുക്ക് നിവൃത്തിയൊന്നുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ വിധി വരുന്നത് ഇഖ്തിയാറിലൂടെയാണ്. ഇഖ്തിയാർ തെരഞ്ഞെടുത്തിട്ടാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പാണ് എന്ത്? നമ്മുടെ കിഡ്നി രോഗങ്ങളിൽ പലതും. അതല്ലാതെയും വരാം. കാരണം അടിക്കടിയായിട്ട്, ഉദാഹരണത്തിന് രാവിലെ വെള്ളം കുടിക്കണമെന്ന് നമ്മളോട് സെമിനാറിൽ പറയും. അപ്പം നമുക്കത് പാലിക്കണമെന്ന് തോന്നും. ഏറ്റവും കൂടുതൽ ഇപ്പൊ 10 വയസ്സിന്റെയും 20 വയസ്സിന്റെയും അടുക്കുള്ള കുട്ടികൾക്ക് ഡയാലിസിസ്, നിങ്ങൾക്ക് ആശുപത്രി നടത്തുന്നവരല്ലേ, 10-40 ആശുപത്രിയുടെ മേലെ അദ്ദേഹം നടത്തുന്നുണ്ട്. അതേപോലെ സ്കൂളുകൾ ഒരുപാട് ഇവിടെ നടത്തുന്നുണ്ട്. ഒന്ന് എഡ്യൂക്കേഷൻ, മറ്റൊന്ന് ഹെൽത്ത്. അപ്പൊ ഇതൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാം 20 വയസ്സിന് താഴെയുള്ള എത്രയോ ഡയാലിസിസിന്റെ കുട്ടികളാണ്. എന്താ കാരണം? നമ്മുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധയില്ലായ്മയാണ്. ഒരു പരിധിവരെ അതാണ്. പിന്നെയോ നമ്മൾ അറിയാണ്ട് കുട്ടികൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു മുട്ടമാല ഉണ്ടാക്കും ഒരാൾക്ക് കഴിക്കാൻ, അതിൽ 11 മുടടും. പിന്നെ എങ്ങനെ ഫാറ്റി ലിവർ വരാതിരിക്കുക? അപ്പൊ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എന്ന്. കാസർകോട്ടുകാരെ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് കഴിക്കാനുള്ള വിധിയില്ല എന്നാണ് തോന്നുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സ്നേഹിച്ചുകൊണ്ട് പറയാട്ടോ, അല്ല ദേഷ്യപ്പെട്ടിട്ടല്ല. നിങ്ങൾ ടേസ്റ്റി ഫുഡിന്റെ ആളുകളാണ്, ഹെൽത്തി ഫുഡിന്റെ ആൾക്കാരല്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. ഞങ്ങളെ സ്നേഹിച്ചിട്ട് പറയാം, നിങ്ങൾ ടേസ്റ്റി ഫുഡിന്റെ ആളുകളാണ്, ഹെൽത്തി ഫുഡിന്റെ ആളുകളല്ല. അതുകൊണ്ട് നമ്മൾ ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കിക്കോളൂ. അത് ഹെൽത്തി ഫുഡും കൂടിയാണ് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഹസൈനാണെന്ന് പറയും. ബ്രിട്ടീഷ് പൗരനാണ്, മീൻസ് അങ്ങനെ അവിടെ പാസ്പോർട്ടും കിട്ടി, അവിടുത്തെ പൗരത്വം കിട്ടി. ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടുത്തെ ഇത് വേറെ വേണം. അങ്ങനെ മക്കളൊക്കെ അവിടെയാണ്. അദ്ദേഹം അവിടെ ക്രിയേറ്റീവ് ഷെഫാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, KMCC-ന്റെ സെക്രട്ടറിയും കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞുതരാം. ബ്രിട്ടൻ KMCC-യുടെയും ഓസ്ട്രേലിയൻ KMCC-യുടെ ഒക്കെ പ്രധാനപ്പെട്ട സാരഥികളൊക്കെ എൻ്റെ വിദ്യാർത്ഥികളും കൂടിയാണ്. എൻ്റെ അടുത്ത് നിന്ന് MBA പഠിച്ചു പോയ കുട്ടികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സഫീർ ആകട്ടെ ബ്രിട്ടൻ KMCC-യുടെ ഒക്കെ പ്രസിഡന്റ് സെക്രട്ടറിയും. ഈ അസൈനാർ ഉണ്ടല്ലോ, ഇവൻ ക്രിയേറ്റീവ് ഷെഫാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കുക? നമ്മളെ നാട്ടിലത്തെ പോലെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പോലെ ഹെൽത്ത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് വെച്ചിട്ടേ ഉണ്ടാക്കാൻ പാടും. നമ്മൾ കോമ്പിനേഷൻ നോക്കാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഇവിടെ ഇരിക്കുന്ന ആളുകളോട്, നമ്മുടെ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കല്ലേ. CS സെന്റർ നിങ്ങൾ തിരുവനന്തപുരത്തപ്പോ ഞാൻ അവിടെ പോയിട്ടുണ്ട് 2-3 ക്ലാസ്സുകൾ എടുക്കാൻ. മുന്നിലിങ്ങനെ ഒരു ദിവസം ഒരു ഉമ്മാമ ഒരു കുട്ടിയെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട്, ഉസ്താദെ ഈ കുട്ടിയൊന്ന് മരിച്ചു കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യുമോ? ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടത്. 7-8 വയസ്സായ കുട്ടിനെ പൊക്കിക്കൊണ്ടിരാണ്. എന്നിട്ട് പറയാണ്, ഈ കുട്ടിയൊന്ന് മരിച്ചു കിട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ദുആ ചെയ്ത് തരുമെന്ന്. കാരണം പേരക്കിടാവൊന്ന് മരിച്ചു. എന്താ കാര്യം?
പാവത്തിന്റെ വേദനയും അലറിവിളിയും കേട്ടിട്ട് ഈ പാവം പെറ്റുമ്മക്ക് നോവുന്നതിനേക്കാൾ ചിലപ്പോൾ പോറ്റുമ്മക്ക് നോവുമെന്ന് പറയുന്നത് പോലെ ഈ വല്യമ്മ കരഞ്ഞ് കരഞ്ഞ് പേരക്കുടിയുടെ കരച്ചിൽ കേൾക്കാൻ വയ്യാതെ മരിച്ചു കിട്ടാൻ ദുആ ചെയ്യുമോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ടെത്തി? പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ആ കുട്ടിയാകില്ല ഒരു പക്ഷെ അതിന്റെ കാരണം മറ്റു പലതുമാകാം. അതുകൊണ്ട് ആ കാരണങ്ങളൊക്കെ ഇല്ലാതെയാക്കിയിട്ടും അള്ളാഹു തരുന്നുവെങ്കിൽ പിന്നെ സ്വീകരിക്കലല്ലാതെ നിവൃത്തിയില്ല. മജ്ബൂരിയിലേക്ക് കടന്നാൽ പിന്നെ നിവൃത്തിയില്ല. പക്ഷേ ഇഖ്തിയാർ നമ്മൾ തിരഞ്ഞെടുക്കരുത്. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുമ്പോൾ ഹെൽത്ത് എന്ന് പറയുന്ന കോൺഷ്യസ് നമുക്കുണ്ടാകണം, ഫിനാൻസ് എന്ന് പറയുന്ന കോൺഷ്യസ് നമുക്കുണ്ടാകണം, ഇതേപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാകണം. അതിലേറെ ഉപരിയായി എല്ലാവരിലും ദീനുണ്ടാകണം എന്ന കോൺസെപ്റ്റ് നമുക്കുണ്ടാകണം. അറിയാതെ നമ്മളെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാൻ കാരണം എന്താ? ഒന്ന് ലിബറലിസ്റ്റുകളാണ്. അവരിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ത്? ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ആരിഫുദ്ദീൻ അവിടെ നിന്ന് ആരിഫ് ഹുസൈൻ അവിടെ നിന്ന് ചോദിക്കുന്നു, മറ്റൊരു ഇവിടെ നിന്ന് ചോദിക്കുന്നു, കുട്ടികൾ അന്തിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ സംഘടനക്കാരോടും, ഇത് ക്യാമറയുടെ ആളുകൾ അറിയായിരിക്കും, എനിക്ക് പ്രത്യേകിച്ച് ഒരു സംഘടനയുമായി ബന്ധമില്ല. ഞാൻ എല്ലാ സംഘടനക്കാരോടും ഒരേപോലെ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ കൗൺസിലിംഗ് നടത്തി വരുന്ന ഒരു ചെറിയ വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, ഒരുപാട് കുട്ടികളുടെ കേസ് അറിയുന്ന കൂട്ടത്തിൽ അറിഞ്ഞോട്ടെ, ദയവ് ചെയ്തിട്ട് മതസംഘടനകൾ പരസ്പരം തർക്കിക്കാതിരിക്കുക. ആ തർക്കത്തിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികളുടെ കോൺഫിഡൻസ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കോൺഫിഡൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് പുലമ്പാം, അങ്ങോട്ടും ഇങ്ങോട്ട് ദേഷ്യപ്പെടാം, പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെടാം. പക്ഷേ ഈ മതസംഘടനകളുടെ ഈ വാഗ്വാദത്തിൽ തകർന്നു പോകുന്നത് പാവപ്പെട്ട കുട്ടികളുടെ കോൺഫിഡൻസ് ആണ്. ഫറൂഖ് കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾ ബഹുഭൂരിപക്ഷവും പറയുന്നത് എത്തീസ്റ്റുകളുടെ ക്ലാസ് കൊണ്ടൊന്നുമല്ല, ഇവരുടെ പരസ്പരമുള്ള തല്ലുകൊണ്ടാണ് ഞങ്ങൾ ബാക്കോട്ട് പോകുന്നത് എന്നാണ്. എനിക്ക് ആരോടും വിരോധമില്ല, ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റുമില്ല. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി പറഞ്ഞോട്ടെ, എല്ലാവരെയും ഒന്നിച്ചിരുത്താൻ നമുക്ക് പറ്റണം. സംഘടനാപരമായ സങ്കുചിതത്വമില്ലാതെ എല്ലാം തുറന്നു പറഞ്ഞു എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിന്റെ ഒരേ ഒരു പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ തീരുമാനിക്കണം. എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള വേദിയാണ് അത്. അതിനൊരിക്കലും തകർത്തെറിയരുത്. ഒരു സംഘടന തകരുന്നത് എപ്പോഴാണെന്നറിയോ? സംഘടന തകരുന്നത് എപ്പോഴാ? സത്യത്തിൽ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ്. ഒരു ബിൽഡിംഗ് തകരുന്നത് എപ്പോഴാ? ബുൾഡോസർ വന്നിട്ട് ഇങ്ങനെ തകർക്കുമ്പോൾ ഇത് തകരും അല്ലേ? ഒരു ബുൾഡോസർ വന്നിട്ടാണ് തകർത്താൽ ഇത് തകരും. പക്ഷെ ബുൾഡോസർ വരും നമ്മൾ കാണും നമ്മൾ. അതുകൊണ്ട് നമ്മൾ മെല്ലെ തടഞ്ഞു നിർത്തും. പക്ഷേ പിന്നെ ഇതൊരു തകരലുണ്ട്. വെഞ്ചതിൽ വരുമ്പോൾ, വെഞ്ചതിൽ പുറത്തുനിന്നല്ല വരിക, അറിയാതെ ഉള്ളിൽ നിന്നാണ് അത് ജന്മമെടുക്കുക. അത് വീഴുന്നത് പിന്നെ നമ്മൾ കാണൂല. സിംബോളിക്കായിട്ട് പറഞ്ഞോട്ടെ, അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെയോ KMCCയുടെയോ വെഞ്ചതലായി നമ്മൾ മാറാതിരിക്കുക. ഉള്ളിൽ നിന്നിങ്ങനെ പൊങ്ങിയിട്ട് അവനൊന്ന് അടിച്ചിരുത്തണം, ഇവനൊന്ന് തകർത്തിരുത്തണം, വേറൊരു പാനൽ കൊണ്ടുവരണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ അറിയാതെ വെഞ്ചതലാകും. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം തകർത്തെറിയപ്പെടും. മുസ്ലിം ലീഗ് തകർന്ന് എന്തുണ്ടാകുക എന്നറിയോ? ഞാൻ അമിതമായിട്ട് പറയല്ല, ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഇതിന് എതിരെ ലേഖനം എഴുതുന്ന ആൾ വരെ പറഞ്ഞു പോയി, മുസ്ലിം ലീഗിൻ്റെ സംഘടനാ പാടവങ്ങളും അതിൻ്റെ ആ ഒരു വല്ലാത്തൊരു സ്നേഹവും നഷ്ടപ്പെട്ടു പോയാൽ 50 വർഷം പിന്നിട്ടാലും പിന്നെ അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതിൻ്റെ കോൺസിക്വൻസസ് നിങ്ങൾ അറിയണം. എല്ലാവരെയും ഒന്നിച്ചിരുത്താനുള്ള ഈ ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ, ഇതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ എവിടെയുണ്ട്? യുപിയിലുണ്ട്. യുപിയിലെ മുസ്ലിങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്തല്ല, പക്ഷെ അവിടെ എന്തില്ല? ഐക്യപ്പെട്ടിരിക്കുന്നില്ല. അവിടെ വ്യത്യസ്തമായി ഇരിക്കുകയാണ്. അവർക്ക് ഒന്നിക്കാൻ കഴിയുന്നില്ല, ഒന്നിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഇരുന്നതാണ്. പിന്നെ നമ്മളൊക്കെ പല സംഘടനയിലും പ്രവർത്തിക്കുന്നവരായിരിക്കും. ആ സംഘടനക്കാരോടും കൂടി ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഇത് എഴുതിയല്ലോ, നമ്മുടെ ഭരണഘടന എഴുതി. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പഠനം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട നമ്മുടെ ഭരണകർത്താവ് അഥവാ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന അംബേദ്കർ അത് എഴുതിയ കൂട്ടത്തിൽ ആ ചരിത്രം നിങ്ങൾ പഠിക്കണം. അവസാനം അതിനെങ്ങനെ വിശകലനം ചെയ്തപ്പോൾ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന പദത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. താടി നീട്ടി വെച്ചുകൊണ്ട്, ഒരു ജുബ്ബയും ഇട്ടിട്ട്, ഒരു നല്ലൊരു തുർക്കിത്തൊപ്പിയും വെച്ചിട്ട്, ഒരു പാവം മനുഷ്യനെന്ന് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നൊരു വാക്ക് എന്ന് വെച്ചാൽ അതിനെ പ്രബോധനം ചെയ്യാനുള്ള അവകാശം കൂടി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു വരുന്ന കാര്യം ആ മനുഷ്യൻ അന്ന് ഒപ്പുവെച്ചു, കണ്ണീരോടെ ഒപ്പുവെച്ചു. അപ്പം നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഇന്ന് എല്ലാ തെരുവുകളിലും വയല് നടക്കുന്നു, പ്രബോധന പരമ്പരകൾ നടക്കുന്നു, ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്നു, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ നടക്കുന്നു. അത് അന്നത്തെ ഒരു സിഗ്നേച്ചറിൻ്റെ പതിപ്പാണ്.
അന്നത്തെ ആ ഒപ്പിന്റെ പതിപ്പാണ്. ഇത് വെറുതെ ഒരു പറച്ചിലല്ല. ഇത് ലീഗിനെ അപഗ്രഥനം ചെയ്യുന്ന ഇഷ്ടം പോലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, നമുക്കത് മനസ്സിലാകാത്തതുള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രൊപ്പഗേഷന് വേണ്ടി നമുക്ക് തന്ന അവകാശം, നമ്മുടെ കുടുംബത്തെ നല്ല രീതിയിൽ നിലനിർത്തണമെങ്കിൽ ഈ പാർട്ടി നിലനിൽക്കുക എന്ന് നിർബന്ധം. നിങ്ങൾ അറിയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, വളർച്ച എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. തളർച്ച എന്ന് പറയുന്നത് ഒറ്റ നിമിഷം മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന 30 വർഷം പഴക്കമുള്ള മാവ് വെട്ടാൻ ഇന്നത്തെ ആളുകൾക്ക് ആകെ 1 മിനിറ്റ് മതി. ഒരു വാള് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് അറുത്താൽ അത് കഴിഞ്ഞു. പക്ഷേ 30 വർഷത്തെ തിരിച്ചു പിടിക്കാൻ പിന്നെ നിങ്ങൾക്ക് കഴിയില്ല. ഇതേപോലെയാണ് ഒരു പാർട്ടി തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊക്കിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നമ്മുടെ കുടുംബിനികളായ ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ, ഇവിടെയുള്ള വിദ്യാർത്ഥികൾ, ഭാവിയിലെ പഠിതാക്കളും ഒരുപാട് ഉയർന്നു പോകുന്ന ആളുകളും ചിന്തിക്കേണ്ടത്, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ നമുക്കൊരു ഗെയിമല്ല. അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്, നമ്മുടെ സ്വന്തത്തിൻ്റെ കാര്യമാണ്. അവിടെ നമ്മുടെ വീടിൻ്റെ നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്കുള്ള ഒരു വല്ലാത്തൊരു നീക്കുപോക്കാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് പറയുന്നത്, നമ്മുടെ കുട്ടികളെ നല്ല രൂപത്തിൽ ആക്കി മാറ്റുക. നമ്മുടെ കുട്ടികൾ ഗെയിമുകളെങ്ങാനും കളിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാണ്, അവർക്ക് പല അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുക. ഒന്ന് ഐ ഡ്രൈനസ്. ആശുപത്രി നടക്കുന്നവർക്കറിയാം, ഏറ്റവും കൂടുതൽ ഇനി വരാനിരിക്കുന്ന രോഗം ഐ ഡ്രൈനസ് ആണ്. എന്താണ്? കണ്ണ് വരണ്ടു പോവുക. കണ്ണിടക്കിടക്ക് സഞ്ചരിക്കേണ്ടതാ. 2.5 മണിക്കൂർ കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിലിടക്ക് നെക്കൊക്കെ ഇങ്ങനെ ചരിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ. ഇങ്ങനെ ഒരുപാട് ശാരീരിക പ്രശ്നം അതൊരു ഭാഗത്ത്, മാനസിക പ്രശ്നം വേറൊരു ഭാഗത്ത്. എന്താ മാനസിക പ്രശ്നം? കുട്ടി പിന്നെ അറിയാതെ ഇങ്ങനെ വെറുതെ, നിങ്ങൾ ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, കുറെ കഴിഞ്ഞാൽ ഈ കുട്ടികൾ വെറുതെ ഉറക്കത്തിൽ തോണ്ടിക്കൊണ്ടിരിക്കും. കൈ ഇങ്ങനെ ആയിരിക്കും എന്നാണ് സൈക്കോളജിയിൽ. കൈ ഇങ്ങനെ ആയിരിക്കില്ല, കറക്റ്റ് ആകില്ല, ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അറിയാതെ ഒരു വൈകല്യത്തിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് സ്ക്രീൻ ടൈം അത് കുട്ടികൾക്ക് വളരെ നിർണിതമായിട്ടേ കൊടുക്കാവൂ. ഞാനിത് വെറുതെ പറയല്ല. ഇഷ്ടംപോലെ പഠനങ്ങൾ, ഇഷ്ടംപോലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുട്ടികൾക്ക് പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് കൺസ്ട്രക്റ്റീവ് ഗെയിമാണ്. ഗെയിം കൊടുക്കുകയാണെങ്കിൽ തന്നെ ഡിസ്ട്രക്റ്റീവ് ഗെയിം കളിപ്പിക്കല്ലേ. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ പോലും ഇറങ്ങുന്നുണ്ട്. ഞാനിവിടെ സംസാരിച്ചു തോന്നുന്നുണ്ട് നേരത്തെ, അല്ലേ? ബസൂക്ക, ആ സിനിമയെ പറ്റി പറഞ്ഞില്ലേ, ഞാൻ സൂചിപ്പിച്ചോ അല്ലേ? അതിലിങ്ങനെ ചളി പുരണ്ടിട്ട് ഒരാൾ വരുന്നു. ഞാൻ സിനിമ കാണാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതെവിടെ നിങ്ങൾ കണ്ടെന്ന് ചോദിക്കും. കാരണം അത് റിലീസായ 3-ാമത്തെ ദിവസം നമ്മളെ ഇതിലെത്തുമല്ലോ സാധനത്തിൽ. ഐബൊമ്മ, നെറ്റ്ഫ്ലിക്സ്, കുട്ടികളതൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മളിതിനെ വിലയിരുത്തും. അപ്പം ആദ്യം ഒരു വലിയ വില്ലൻ വരുന്നു. ഇത് കുട്ടികളുടെ ഉള്ളിലേക്ക് എത്ര ഇറങ്ങണമെന്ന് നിങ്ങൾ നോക്കണം. ആദ്യം ഒരു വില്ലൻ വരുന്നു. ആ വില്ലൻ ചളിയിൽ ചവിട്ടിയിട്ട് ഇങ്ങനെ ആളുകളൊക്കെ ഗെയിം കളിപ്പിച്ചിട്ട് ഗെയിമിനെ അഡിക്റ്റാക്കി മാറ്റുന്നൊരു തീവ്രമായ ഒരു എതിരാളി. നമ്മളിങ്ങനെ പിന്നെ അതിൽ മമ്മൂട്ടിയെ കാണിക്കുമ്പോൾ അതിനൊക്കെ തകർത്തെറിയാൻ വേണ്ടി വരുന്ന ഒരാളായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ അവസാനം ഈ പേക്കൂത്തുകളെ മുഴുവൻ തകർത്തെറിയും. ഹീറോ ആയിട്ട് വന്നതല്ലേ. അതിലൊരു സ്പെഷ്യൽ ക്ലൈമാക്സ്, ആ സിനിമക്ക് അതന്നെയാണ് പേര്. എന്താണ് സ്പെഷ്യൽ ക്ലൈമാക്സ്? അത് ഇതായിരുന്നു. എന്ത്? അതിൽ ഹീറോ തന്നെയാണ് വില്ലൻ എന്നുള്ളതാണ്. അവസാനം വരുന്ന സമയത്ത് ഈ ഗെയിമൊക്കെ കളിപ്പിക്കുന്ന ആൾ മമ്മൂട്ടി തന്നെയാണ്. ബസൂക്ക മമ്മൂട്ടി തന്നെയാണ്. എനിക്ക് മൂപ്പരായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെങ്കിൽ ഞാനൊരു മെയിൽ അയച്ചിരുന്നു, ഇത് നിങ്ങൾ അഭിനയിക്കേണ്ടിരുന്ന സിനിമയല്ല, നമുക്കൊരു അഭിപ്രായം പറയാമല്ലോ. അദ്ദേഹം നല്ല അത്യാവശ്യം ചിന്തിക്കുന്ന ആളാണ്, ഒരുപാട് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ല, അദ്ദേഹത്തിൻ്റെ ആ ഫീൽഡിനെ ന്യായീകരിക്കുക അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ അറിയാതെ പോലും ഇത്തരം തീമിലേക്ക് അവർ അഭിനയിച്ചു പോവാൻ, അതിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി വരെ ആളുകളാണ്. കാരണം ഒരു ദൃശ്യം അത് പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ 1000 പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ ശക്തമായിരിക്കും ഒരൊറ്റ ദൃശ്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പോകുന്ന ഒരു ഭാഗത്ത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് ഗെയിം കളിപ്പിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാം, എന്തുകൊണ്ടാണ് UK ഇത് നിരോധിക്കുന്നത്? 18 വയസ്സ് കഴിഞ്ഞാലല്ലാതെ അത് പാടില്ല ഇത് പാടില്ല എന്നാണ് UK നിരോധിക്കുന്നു. കേരളക്കാർക്ക് ഇപ്പോൾ ഇത് മനസ്സിലായിട്ടൊന്നുമില്ല. ജർമ്മനിയിൽ നിരോധനം, അതേപോലെ തന്നെ ചൈനയിൽ ഒട്ടുമിക്ക സാധനങ്ങളും നിരോധനം. കാരണം ആളുകൾ പ്രൊഡക്റ്റീവ് ആകില്ല എന്ന് പറഞ്ഞിട്ട്. നെഗറ്റീവ് ഗെയിം കളിക്കാൻ ചൈനയിൽ സമ്മതിക്കുന്നില്ല എന്ന്. കാരണം ചൈന കുട്ടികൾ പ്രൊഡക്റ്റീവ് ആവില്ല എന്ന് അവർ പറയുന്നു. കാരണം ആളുകൾ പ്രൊഡക്റ്റീവ് ആകണമെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഗെയിമിലേക്ക് കടക്കണം. ഇപ്പം എന്നാൽ എൻ്റെ മോൻ ഇരുന്നിട്ടുണ്ട് ഒരു ഗെയിം കളിക്കണം. ഞാൻ കണ്ടിട്ട് നല്ല സന്തോഷത്തോടു കൂടിയാണ് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്ത് മുത്തൊക്കെ കൊടുത്ത് വേണമെങ്കിൽ പൈസയും തരാമെന്ന് പറയും. അപ്പം എന്താ? റീകൺസ്ട്രക്ഷൻസ് ഓഫ് ദുബായ്.
ദുബായിയുടെ ബുർജ് ഖലീഫ അവിടുന്ന് കൊണ്ടേക്കണ്ട് അബുദാബി കൊണ്ടുപോണ്, അബുദാബിന്റെ 4 പ്രധാനപ്പെട്ട റോഡിന് ദുബായിലേക്ക് കൊണ്ടുവരുന്നു. എങ്ങനെ നോക്കിയിട്ട് 18 ദിവസമായിട്ടും അവന് ദുബായ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണ്ട. പക്ഷെ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി വികസിക്കാനുണ്ട്. ആ പ്രദേശത്തെ കുറിച്ചിട്ടും എന്ത് നടക്കും എന്ത് നടക്കില്ല, അങ്ങനത്തെ ഗെയിം ഉണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ അത് കളിക്കുന്നില്ല? ലാംഗ്വേജ് ഫാന്റാസ്റ്റിക് ആയിട്ട് പഠിക്കാനുള്ള എത്രയോ സിസ്റ്റങ്ങളില്ലേ. ഇപ്പം നമ്മളൊക്കെ പണ്ടൊക്കെ ഐ ആം കമ്മിങ് ഫ്രം എന്ന് തന്നെ പറഞ്ഞിരുന്നത്. അത് മൊത്തത്തിൽ തെറ്റാണെന്നുള്ളത് ഇപ്പം അടുത്ത കാലത്ത് പറയാൻ തുടങ്ങിയില്ലേ. പണ്ടേ പറയാറുണ്ട്. ആർ യു ഫ്രം എന്ന് ചോദിക്കുമ്പോൾ ഐ ആം കമ്മിങ് ഫ്രം കേരള എന്നൊക്കെ പറയും. അപ്പൊ ബ്രിട്ടീഷുകാർ ചോദിക്കുന്ന ചോദ്യം, വൈ യു ആർ യൂസിങ് ing form here because you are sitting in front of me or standing in front of me. ഇപ്പൊ നീ എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടിരിക്കുക, പിന്നെ എന്തിനാ ing ഫോം ഉപയോഗിക്കുന്നത്? നമ്മളെ പഴയ ടീച്ചേഴ്സ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോട്ട് ഓൺലി ബട്ട് ആൾസോ either nor neither nor as soon as much as far as interrogative affirmative എന്നൊക്കെ. ഇതൊന്നും വേണ്ടാന്നല്ല. അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് ലാംഗ്വേജ് ഒറ്റ മാസം കൊണ്ട് പഠിപ്പിക്കുന്ന AI ഇറങ്ങിയിരിക്കുന്നു. ആ AI പെട്ടെന്ന് ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കണം. ഞാൻ ഒരുപാട് കുട്ടികൾക്ക് നിർദ്ദേശിച്ചിട്ട് എനിക്കതിൻ്റെ സെൻറ്ററൊന്നും ഇല്ല കേട്ടോ, അവരങ്ങനെ ഒരുപാട് പഠിച്ച കുട്ടികളെ എനിക്കറിയാം. ഇപ്പൊ കോഴിക്കോട്ട് നിന്നുള്ള ഒരു പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മക്കള് ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ് കോഴിക്കോട് ടാഗോർ ഹാളിൽ. പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ട് അതേ സ്ഥലത്ത് ഒരു പരിപാടിക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്തിന്? ഭക്ഷണം കഴിപ്പിക്കാൻ. അപ്പോൾ മറ്റേ മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞിട്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞു, ഇത്ര ദൂരം വരെ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞു. അവിടെ സാഗർ ഹോട്ടൽ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം അദ്ദേഹം അവിടെ കൊണ്ട് അല്ലാതെ വേറൊരു കാര്യം കാണിച്ചു തരാനാണ് ചെന്നപ്പോൾ ഈ 2 കുട്ടികൾ ഹിന്ദി പറയുന്നു, അറബി പറയുന്നു, ഇംഗ്ലീഷ് പറയുന്നു. കോഴിക്കോട് വളരുന്ന മക്കൾ. അവർ ദുബായ് കണ്ടിട്ടില്ല, വേറെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ സുന്ദരമായി അറബി പറയുന്നു, സുന്ദരമായി ഇംഗ്ലീഷ് പറയുന്നു, സുന്ദരമായി ഹിന്ദി പറയുന്നു. എന്താ കാര്യം? ഈ AI ഉപയോഗിച്ച് പഠിച്ചതാണ്. ഒരു മാസം കൊണ്ട് 2 മാസം കൊണ്ട് ലാംഗ്വേജ് ഫാന്റാസ്റ്റിക് ആയിട്ട് AI പഠിപ്പിക്കുകയാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ 2 മാസം തോണ്ടിയിരുന്നാൽ ഇതൊന്നും പഠിയൂല. കാരണം എന്തുകൊണ്ടാ? ഇപ്പൊ ഇതിൽ ഇംഗ്ലീഷിൽ ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ ആ ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ. കാസർഗോഡ് ജില്ലയിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളൊന്ന് കൈ പൊക്കിയാട്ടെ. ഇവിടെ ദുബായിലുള്ള കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലാവുമല്ലോ. ഒന്ന് ഉറക്കെ കൈ പൊക്കിക്കോ മക്കളെ, ദുബായിലുള്ള മക്കളാണല്ലോ. ഒന്ന് ഉറക്കെ കൈ പൊക്കടാ, ആണ്ട് പൊക്കിക്കോ, ഇതൊന്നും കാണിക്കണ്ട. നിങ്ങൾ ആരെങ്കിലും ഇതിനൊരു ഉത്തരം പറഞ്ഞു. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ഒരു 10,000 രൂപ തരാം, എൻ്റെ വകയായിട്ട് തരാം. കേട്ടോ ദുബായ് കുട്ടികളോട് ഞാൻ ചോദിക്കണേ, ചെറിയൊരു സെന്റൻസാണ്, ബറാക്ക് ഒബാമയുടെ പ്രസംഗത്തിലുള്ളൊരു വാക്കാണ്. എന്താന്ന് പറഞ്ഞാൽ ഞാൻ 10,000 രൂപ ഇവിടുന്ന് തരാം. ഒന്നും കൂടി പറയട്ടെ. ചെറിയ സെന്റൻസാണ്, ഒരു ഫ്രേസാണ്. ഇനി കുട്ടികളെല്ലാം ഭയങ്കര ഇംഗ്ലീഷ് അറിയണ ഏതെങ്കിലും മുതിർന്നവരുണ്ടെങ്കിലും പറഞ്ഞാൽ ഈ നേതാക്കന്മാർ പറയണ്ട. എന്താ ഞാൻ പറഞ്ഞത്? എന്നാൽ വേറെ ഒന്ന് പറയാം. ഒന്നും കൂടി കുറച്ചും കൂടി നേരത്തെ കുറച്ച് സെന്റൻസ് വലുതാവും, പക്ഷേ ഇതിനേക്കാൾ ഈസിയാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ. If you are ready to imbibe your quality which is concerned as a part of the history today. ഇതിന് 25,000 രൂപയാണ്. ഞാൻ തരാന്ന് പറഞ്ഞാൽ തരും. ഈ സദസ്സിന്ന് ഒരാൾ പറഞ്ഞാൽ ഞാനിപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് തരും. ഇവിടുന്ന് തരും ഞാൻ. നേതാക്കന്മാർ പറയരുതേ, അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായി. കുട്ടികൾക്ക് പറയാം, ബാക്കിലിരിക്കുന്ന എന്നെ പോലത്തെ സാധാരണക്കാർക്ക് പറയാം. ഒന്നും കൂടി പറയട്ടെ. If you are ready to imbibe your quality which is concerned as the part of the history today. ഇപ്പം നിങ്ങൾക്ക് ഇത് തിരിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ എൻ്റെ 8 മണിക്കുള്ള ട്രെയിന് വരെ ഇരുന്നാലും നിങ്ങൾക്ക് തിരിയില്ല എന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ലിസണിങ് സ്കില്ല് എന്ന് പറഞ്ഞൊരു സ്കില്ലുണ്ട് മനുഷ്യന്. ഭാഷ അറിഞ്ഞാൽ പോരാ, കേൾക്കുമ്പോൾ തിരിയുക എന്നൊരു സ്കില്ലുണ്ട്. നിങ്ങളെങ്ങാനും ഭാവിയിൽ പഠിച്ചുയർന്നിട്ട് ടോപ്പ് റേഞ്ചിലേക്ക് ഒരു പൊസിഷനിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഇംഗ്ലീഷുകാർക്ക് തോന്നുകയാണ് നിങ്ങളങ്ങോട്ട് കയറണ്ടെന്ന് തോന്നിയാൽ അവർ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്ത് ചോദിക്കുക ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് 25,000 നഷ്ടപ്പെട്ടതുപോലെ ഭാവിയിൽ 2.5 കോടിയും 25 കോടിയും 250 കോടിയും ഒരു പക്ഷേ ലാംഗ്വേജ് കേട്ടിട്ട് തിരിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കിൽസാണ്. ഒരു മനുഷ്യനെ ഒരാൾ പറയുന്നതിന് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഈ ഒരു രീതിയിലൂടെ നമ്മൾ പഠിച്ചു മുന്നോട്ട് പോകലാണ്. അത് ദുബായിൽ പഠിച്ചതുകൊണ്ടോ ഇവൻ UK പഠിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അത് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. അതിന് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ മതിയെന്ന് ഞാൻ ആദ്യത്തെ പറഞ്ഞ ഇസ് എ കീസം ബാക്ക് ടു ഓൺ ടു ഓഫ് എന്നുള്ള വാക്ക്
7ഓളം തവണ ബറാക് ഒബാമ ആദ്യമായി പ്രസിഡന്റ് ആകുമ്പോൾ ആ പ്രസിഡന്റ്ഷിപ്പിൽ നിന്നുകൊണ്ടുള്ള ആദ്യത്തെ പ്രസംഗത്തിൽ 7 തവണ പറഞ്ഞ വാക്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒറ്റ പ്രാവശ്യം പോലും ബറാക് ഒബാമയുടെ പ്രസംഗം കേൾക്കാത്ത നിങ്ങൾ പിന്നെ എങ്ങനെയാണ് അതിന് മറുപടി പറയുക? ഞാൻ കുട്ടികളോട് ചോദിക്കണം. അപ്പൊ ബറാക് ഒബാമയുടെ പ്രസംഗം നിങ്ങൾ കേൾക്കണമെന്ന് ചോദിക്കും. മാർട്ടിൻ ലൂതർ കിങ് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റുമാരിലെ ഏറ്റവും വലിയ പ്രഭാഷകനാണ് ബറാക് ഒബാമ. മറ്റതൊക്കെ റിയൽ എസ്റ്റേറ്റുകാരനാണ്. ഇപ്പോഴുള്ള ആളൊക്കെ ഭൂമി കച്ചവടത്തിലൂടെ അങ്ങനെ കയറി വന്ന ആളാണ്. ബറാക് ഒബാമ ഒരു നല്ലൊരു പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് വാക്കിൽ ഇതുണ്ട്, ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ടത് 25,000 വലിയ പുല്ലുവിലക്കായിരിക്കും. പക്ഷേ ഇതേപോലെ വലിയ നഷ്ടങ്ങൾ നമുക്ക് വരും. അതുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളുടെ മൊബൈൽ കൊടുക്കാവൂ, കൺസ്ട്രക്റ്റീവ് ഗെയിമിന് വേണ്ടിയിട്ടേ കൊടുക്കാവൂ. കാർട്ടൂണ് കുട്ടികൾ കാണുകയാണെങ്കിൽ പോലും ലാംഗ്വേജ് മാറ്റിയിട്ടേ കൊടുക്കാവൂ. കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാം, അറബി അറിയില്ല എന്ന് വിചാരിച്ചു അറബി കാർട്ടൂൺ കൊടുത്തോ നിങ്ങൾ? ഇനി അറബിയും ഇംഗ്ലീഷും അറിയാം, അപ്പൊ ഹിന്ദി കാർട്ടൂൺ കൊടുത്തോ നിങ്ങൾ? ഇങ്ങനെ വ്യത്യസ്തമായ നമ്മൾ സപ്തഭൂമി അല്ലേ, എന്താ സപ്തഭാഷാ സംഗമ ഭൂമി എന്നാ പറയാ. എല്ലാ ഭാഷ അറിയാം എന്നാ ഒന്നും അറിയില്ല എന്നുള്ളിടത്താണ് നമ്മൾ എന്താക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? എനിക്ക് പോണട്ടോ, നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞേക്കൂലേ? എല്ലാ ഭാഷയും നമുക്കറിയാം, പക്ഷെ കൃത്യമായിട്ട് അറിയില്ല. ഇനി നമ്മുടെ തലമുറ അതൊന്നും പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കട്ടെ. എൻ്റെ കാസർകോട്ടുകാർ ഇനിയും ഉയർന്നുയർന്നു വരട്ടെ. കാരണം ഒരു വേള മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കേരളക്കരയിൽ ഏറ്റവും അജയ്യമായി ശക്തവാന്മാരായി എടാ എന്ന് ചോദിക്കുമ്പോൾ പോടാ എന്ന് പറയാനുള്ള ശക്തിയുണ്ടല്ലോ, മൂല്യത്തോടെ തിരിച്ചു പറയാൻ, ഡയർ ടു സേ നോ എന്ന് പറയാൻ, ഞങ്ങൾക്കതിന് സാധിക്കില്ലെന്ന് പറയാൻ നമ്പർ 1 ജില്ലയായി ഞാൻ കാണുന്ന ജില്ല അത് കാസർഗോഡിന്റെ ജില്ലയാണ്. അതുകൊണ്ട് കാസർഗോഡ് ജില്ലക്കാർ അതിൻ്റെ ആ ഉശിര് കാണിക്കണം. എങ്ങനെ കാണിക്കണം എന്നറിയോ? ബുദ്ധിപരമായിട്ട് കാണിക്കണം. ആ കാണിക്കലിന്റെ ഭാഗമായി നമ്മുടെ വീട്ടിലുണ്ടാകേണ്ടത് ഊഷ്മളമായ സ്നേഹമാണ്. ബാങ്ക് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിർത്തുന്നു. ഇവിടെയുള്ള ഊഷ്മളമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത്, നിങ്ങൾ വിവാദം പറയാന്ന് പറയണ്ട, എന്നാലും പറഞ്ഞോട്ടെ, 5 യാത്രയെങ്കിലും പോകണമെന്നാണ് ഞാൻ പറയാം. 5 യാത്ര. ലത്തീഫ് ഷാ എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ, മൂപ്പര് വന്നിട്ട് ആകതാക്കുന്നുണ്ടല്ലോ, മൂപ്പരെ ചെയ്യുന്ന ഒരാളാണ്. 1 മക്കളോടൊപ്പം ഫാമിലി യാത്ര, ഫാമിലിയോടൊപ്പം ഉള്ളൊരു ട്രാവൽ, കുട്ടികളോടൊപ്പം നല്ല രസകരമായ ടൂറ്. അത് കൊല്ലത്തിൽ 2 പ്രാവശ്യമെങ്കിലും നടത്തണം എന്ന് ഞാൻ പറയാം. അപ്പം നിങ്ങളറിയാതെ ഞങ്ങൾ മാസം മാസം നടത്തലുണ്ട്, അത് മറ്റുള്ളത് നടത്താത്തത് കൊണ്ടാണ്. 2ാമത്തെ യാത്ര ശ്രദ്ധിക്കണേ. 2ാമത്തെ യാത്ര എൻ്റെ പ്രവാസികളോട് പറയാണ്, കപ്പിൾസ് ജേണി. മക്കളെ വീട്ടിലാക്കിയിട്ടോ അല്ലെങ്കിൽ അനിയത്തിയുടെ വീട്ടിലാക്കിയിട്ടോ ഭാര്യനേറ്റ് മാത്രം ഒരു യാത്ര. പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ്, അതൊന്നും ഇവിടെ നടക്കൂല സാറേ എന്നുള്ളതാണ്. കപ്പിൾസ് ജേണി എന്ത് രസമെന്നറിയോ? അടിപൊളിയാണ്. എന്നിട്ട് മഴയത്ത് പോയി നിൽക്കുക, കുന്നിൻ്റെ മുകളിൽ പോയി നിൽക്കുക. പണ്ട് നിക്കാഹ് കഴിഞ്ഞതൊക്കെ പറയാം, അവിടുന്ന് പിന്നെ തിരക്കൂടരുത്. എന്നിട്ട് എന്തൊക്കെ റൊമാൻറ്റിക് ആയിട്ട് ഇതൊക്കെ, ഇത് റസൂലുള്ളാഹി ചെയ്തതാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആയിഷ ബീവിയെയും കൊണ്ടുപോയി, അപ്പോൾ ഉണ്ടല്ലോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല ഒക്കെ വീട്ടില്. എന്നിട്ട് ആരെയും കൂട്ടാതെ പോയി ഓട്ട മത്സരം നടത്തി. ഭാര്യമാരോടൊപ്പം നമ്മൾ മാത്രം യാത്ര ചെയ്യണം, ഇത് റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. പക്ഷെ കപ്പിൾസ് ജേണി നമ്മൾ നടത്താറില്ല. മക്കളെയും കൊണ്ട് പോകുമ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഇരിക്കുന്നതുകൊണ്ട് അധികം പറയും നമുക്ക് റൊമാൻസ് വരില്ല. കാരണം താറാവ് കുട്ടികളെ കൊണ്ട് നടക്കണ മാതിരി ഇവരെവിടെയെങ്കിലും പോവില്ല എന്നുള്ള, കുട്ടികളെ മാത്രം നോക്കിയിട്ടാണ് നമ്മൾ നടത്തുക. ആ നടത്തല്ല നല്ലത്. അതുകൊണ്ട് കുട്ടികളെ വീട്ടിലാക്കിയിട്ട് നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് പേര് കൊടുക്കുന്നു കപ്പിൾസ് ജേണി എന്ന്. അത് നമ്മൾ നടത്തേണ്ടതെന്നാണ്. മറ്റൊന്ന് ഫ്രണ്ട്സ് ജേണി. ഈ KMCC-ക്കാരെ കൊണ്ട് വലിയ ഇടങ്ങറായി എന്ന് നിങ്ങൾ പറയും ചിലപ്പോൾ. ഗൾഫിലൊക്കെ പരിപാടി നടത്തുന്ന സമയത്ത് അവരെ കിട്ടലില്ല, എന്നും KMCC. ദുബായിലെ KMCC-യുടെ ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ എന്നോട് പറഞ്ഞു, സാറേ നിങ്ങൾ വരുന്നത് നമുക്ക് ഇഷ്ടമാണ്, കാരണം നിങ്ങൾ വരുമ്പോൾ ഞങ്ങളെയും കൂടി വിളിക്കും, കുടുംബ ക്ലാസ് ആവും. പാർട്ടി പരിപാടി മാത്രമാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യ. ആകെ ഒരു വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഉണ്ടാവുള്ളത് ഫുള്ള് പാർട്ടി പരിപാടി എന്നായി. പക്ഷേ നിങ്ങൾ ഓർക്കണം, ബാഫക്കി തങ്ങൾ പറയുന്നുണ്ട്, എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ കാണുന്നുവെങ്കിൽ ഓർത്തു വെച്ചോളൂ, എൻ്റെ പ്രിയപ്പെട്ട ബീവിയാണ് അതിൻ്റെ കാരണമെന്ന്. പ്രിയപ്പെട്ട ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട്, ശിഹാബ് തങ്ങളുടെ ഭാര്യ വഫാത്താകുന്ന അദ്ദേഹം അമേരിക്കയിലുള്ള സമയത്താണ്. മുനവർ തങ്ങളോട് ചോദിച്ചാൽ അറിയാം, അദ്ദേഹം അന്ന് കൂടെയുള്ളത്. അവിടുന്ന് ഉമ്മ മരിച്ചത് പറഞ്ഞില്ല, ഇപ്പൊക്കെ സങ്കടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടുന്ന് അങ്ങനെ പോന്നിട്ട് കോഴിക്കോട് നിന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങി അമേരിക്കയിൽ നിന്ന് എത്തിയിട്ട് ഇങ്ങനെ വരുമ്പോൾ മോനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഉമ്മാൻ്റെ മയ്യത്ത് എപ്പോഴാണ് എടുക്കുക എന്നാണ്. ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ആത്മബന്ധത്തിന്റെ കൊളുത്തിവെക്കലുണ്ടല്ലോ. പ്രിയപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പ്രിയപ്പെട്ട ബാഫക്കി തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് സഹധർമ്മിണി. അതുകൊണ്ട് അവരുടെ തമ്മിലുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. ശിഹാബ് തങ്ങൾ എത്രയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മുറ്റം നിറഞ്ഞു നിൽക്കുമ്പോൾ, ആൾക്കാർ ഓടി വരുമ്പോൾ, ആൾക്കാർ പാതിരാവ് വരെ എന്നെ നിർത്തുമ്പോൾ
എൻ്റെ സമാധാനം മുഴുവനും എൻ്റെ ബീവിയാണ് എന്ന് പ്രിയപ്പെട്ട തങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് KMCC-ക്കാർ അതിൻ്റെ വർക്കിന് വേണ്ടി നടക്കുമ്പോൾ അതൊരു പാർട്ടിക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട ഏതൊക്കെയോ വീടുകളിൽ കനൽ പൊന്താനാണ്, അടുപ്പ് പുകയാനാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കണം. പാവപ്പെട്ട KMCC-ക്കാർ വർക്ക് ചെയ്യുമ്പോൾ ഏതോ പാവപ്പെട്ട വീടിൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കണം. എല്ലാ ദിവസമൊന്നുമല്ല, അവർ KMCC-യുടെ വർക്കിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ജൈത്രയാത്രയിൽ ഒരു പങ്കാളിയായി നിങ്ങളും ഉണ്ടാകണം. തടസ്സങ്ങൾ നിർത്താനല്ല, അവരെയെല്ലാം വിട്ടിട്ട് നിങ്ങൾ പോയിട്ട് സമാധാനമായിട്ട് വരൂ എന്ന് ഈ KMCC-ക്കാരെ ഉത്തേജിപ്പിച്ച് വിടേണ്ടുന്ന പ്രിയപ്പെട്ട റാണി ലക്ഷ്മിഭായികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് നമ്മൾ പറയുകയാണ്. ഞാൻ ഇവർക്ക് വേണ്ടി സംസാരിക്കല്ല. എത്രയോ KMCC-ക്കാർ പറയാറുണ്ട്, സാറേ KMCC-യിലല്ല വർക്കൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഗൾഫിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭാര്യ കണ്ട് ചെല്ലുമ്പോൾ പറയും ഞായറാഴ്ച ആയിരുന്നു, നിങ്ങൾ എവിടെ ഇരുന്നു, നിങ്ങളുണ്ട്, ഒരു KMCC ഉണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ KMCC എന്ന് പറഞ്ഞാൽ രാവിലെയിൽ എഴുന്നേൽപ്പിച്ച് മദ്രസ പോടാ എന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് മദ്രസയെ ദേഷ്യപ്പെടുന്ന കുട്ടിയെ പോലെ KMCC എന്ന് കേൾക്കുമ്പോഴേക്ക് ഭർത്താവ് പോയി ഞങ്ങളോട് ദേഷ്യപ്പെടുന്ന ആളായി മാറി എന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു പടനിലമാണ്, KMCC ഒരു പടനിലമാണ്. ആ പടനിലത്തിൽ സ്നേഹപൂർവ്വം നിങ്ങൾ ഉണ്ടാകണം. ഇതോടൊപ്പം അവസാനിപ്പിച്ചു കൊള്ളട്ടെ, നിങ്ങൾ പരസ്പരം നല്ല സഹധർമ്മിണികളായി കഴിയുമ്പോൾ നമ്മുടെ മക്കൾ വഴിപെട്ട് പോകുന്നു എന്നുള്ള ഒരു റീഡിംഗ് നമ്മൾ നടത്താൻ ഇവിടെയുള്ളവരാരും പോകില്ല. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അതിലൊന്ന് ഞാൻ പറഞ്ഞ ലിബറലിസം വരുന്നു, എത്തീസം കടന്നു വരുന്നു, ഡിങ്കോയിസം കടന്നു വരുന്നു. നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിലും ഡിങ്കോയിസത്തിൻ്റെ ക്ലബ്ബുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിൽ അംഗങ്ങൾ കൂടി വരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങളുടെ മലപ്പുറത്തിൻ്റെ കോട്ടക്കലും പുത്തനത്താണിയിലും ഉണ്ട് എന്ന് ഞങ്ങളും തിരിച്ചറിയണം. ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ ഏറ്റവും ശക്തമായ മൂല്യത്തോടെ ഇവരെ കൊണ്ടുപോകാൻ നമുക്കൊരു പടനിലമുണ്ട്. ഒന്ന് നമ്മുടെ മതപരമായ മൂല്യബോധവും മറ്റൊന്ന് നമ്മുടെ ഈ പൊളിറ്റിക്കൽ സ്ട്രെങ്തുമാണ്. ഏതൊരു ഉശിരോട് കൂടിയിട്ടാണോ നാളെയുടെ ലോകത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കേണ്ടത്, ആ ഉശിരിൻ്റെ പേരാണ് KMCC എന്ന് നമ്മൾ തിരിച്ചറിയണം. വീട്ടിൽ സ്നേഹം പരസ്പരം കൊണ്ടു നടക്കണം, മക്കളെ ഉന്നതമായ അവസ്ഥയിൽ പഠിപ്പിച്ചുയർത്തണം. നാളെയുടെ അവാർഡ് ദാന ചടങ്ങിൽ കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പോയി പഠിച്ചു നാളെയുടെ ലോകത്തോട് സംവദിക്കുന്ന ഉഗ്രമായ വിദ്യാർത്ഥികളായി നമ്മുടെ കുട്ടികൾ മാറണം. പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഒറ്റവാക്ക് പറഞ്ഞാൽ അവസാനിപ്പിച്ചു കൊള്ളുന്നു. ഒന്ന്, എത്രയോ കുട്ടികളെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് കാണുന്നത്. എനിക്കതിൻ്റെ സെൻ്ററുണ്ട്, ഞാൻ അതിനു വേണ്ടി നിൽക്കാറില്ല. കാസർഗോട്ടിൽ ഒരു പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, ഈ കാസർഗോഡ് ജില്ലക്കാരിയാണ്, ആ കുട്ടിയോട് സ്ഥലം ഞാൻ പറയുന്നില്ല. ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നിനക്കെങ്ങനെയാണ് ഈ ഹൈന്ദവനായി ഈ പയ്യനോട് ഇത്രമാത്രം പ്രണയം വന്നത്? കാണാനൊരു കോലവുമില്ലാത്ത മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ, ഒരു പെണ്ണിനൊരാണിനോട് ആകർഷണീയത തോന്നാൻ 5-6 കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണവുമില്ലാത്തൊരു പയ്യനാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ഈ ഒരു കാരണവുമില്ലാത്ത ഈ പയ്യനെ എങ്ങനെയാണ് നീ ഇങ്ങനെയൊക്കെ ഇത്ര വലിയ ബന്ധത്തിലായത് എന്ന ചോദ്യത്തിന് ആ കുട്ടി പറഞ്ഞ മറുപടി, ഈ നിങ്ങളുടെ ജില്ലയിൽ നിന്ന് വന്ന ആ പെൺകുട്ടി പറഞ്ഞ മറുപടി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, സാർ അവൻ പ്രൊഫൈല് മാറ്റിയിട്ടാണ് ആദ്യം മെസ്സേജ് തുടങ്ങിയത് എന്നാണ്. പ്രൊഫൈലിന് അവൻ്റെ പിക്ചറല്ലേ വെച്ചത്, ഏതോ നല്ല സുന്ദരനായൊരു കാസർഗോട്ടൻ്റെ മുഖം വെച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചയച്ച് അവസാനം അവൻ്റെ പ്രൊഫൈല് എന്ന് പറയുന്നത് ഒറിജിനലാന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടും ഫോട്ടോസ് അയച്ചു, അവൾ ഇങ്ങോട്ടും ഫോട്ടോസ് അയച്ചു. ആ ഫോട്ടോസ് ചിലപ്പോഴൊക്കെ വളരെ മോശമായതായിപ്പോയി സാർ, അതവൻ്റെ സ്റ്റോറിലുണ്ട്. അതുകൊണ്ട് അവൻ ഇപ്പം പറയുന്നത് ഞാനിത് പ്രസിദ്ധീകരിക്കും, സോഷ്യൽ മീഡിയയിൽ എടുക്കിടും, അതുകൊണ്ട് നീ എന്നെ വിവാഹം കഴിക്കണമെന്നാണ്. ആ കുട്ടി പറയാണ്, സാറേ നിങ്ങൾ ഇങ്ങനെയൊക്കെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇതെന്നൊക്കെ പിന്മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവനത് സോഷ്യൽ മീഡിയയിൽ ഇടുമോ എന്ന് പേടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട KMCC-ക്കാരോട്, നിങ്ങൾ നർക്കോട്ടിക് സെല്ലുമായി ബന്ധപ്പെട്ടിട്ട് മറ്റതൊക്കെ ഇതൊക്കെ പരിപാലിക്കുന്നത് പോലെ ഇതിൻ്റെ പ്രത്യേകമായ വിങ്ങുണ്ട്. നിങ്ങളുടെ ഒരു പെൺകുട്ടി എങ്ങാനും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പോലും അറിയാതെ അവരുടേതിൽ നിന്ന് ഡിലീറ്റ് ആക്കുന്ന നമ്മുടെ IT സെല്ല് വിദഗ്ധന്മാരുണ്ട്. അതുകൊണ്ട് ഒരു ഫോട്ടോയുടെ പേരിൽ ആരും ഭയപ്പെടേണ്ടതില്ല, അത് സോഷ്യൽ മീഡിയയിൽ എത്തുമെന്നും ആരും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം, ഒരു സംഘബലത്തിൻ്റെ കൂടെ നിൽക്കലാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും അപജയം വന്നു എന്ന് കേൾക്കും, അല്ലെങ്കിലും എന്തിനാ അത്? ഇപ്പുറത്തൊരു പാവം ആമിനു താത്താൻ്റെ മോന്, അപ്പുറത്തൊരു ജാനകി അമ്മയുടെ മോള്, ആ മോളെ പഠിപ്പിച്ച് വലുതാക്കി അവൾ ഉയർന്ന അവസ്ഥയിലേക്ക് പോയി. എന്തിനാണ് ആ കുട്ടിയെ, ആ പെൺകുട്ടിയെ നമ്മൾ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ജൗജിഹാദ് എന്ന പേരിടുന്നത്? ആ പാവം കുട്ടി അവിടെ ജീവിക്കട്ടെ, അവിടെ വളരട്ടെ. അതാണ് മുസ്ലിം ലീഗിന്റെ ഉദ്യമം. മുസ്ലിം ലീഗ് ഒരിക്കലും കല്യാണത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ മതം മാറ്റില്ല. അങ്ങനെ ലവ് ജിഹാദ് മുസ്ലിം ലീഗിന് അറിയുകയുമില്ല, KMCC-ക്കും അറിയില്ല. അതുകൊണ്ട് ആരും ആ പേരും പറഞ്ഞ് വരികയും വേണ്ട. കാരണം നമ്മൾ പഠിക്കുന്ന ഹദീസിൽ ആദ്യത്തെ ഹദീസ്, ബുഖാരിയിലെ ആദ്യത്തെ ഹദീസ്,
ആയിരക്കണക്കിന് ഹദീസുകൾ ബുഖാരി, മുസ്ലിം, നസായി, തുർമുദി, ഇബ്നു മാജ, അബൂ ദാവൂദ്, ഇതാണ് സിഹാഹു സിത്ത. അതിലെ എല്ലാ ഗ്രന്ഥങ്ങളിലെയും ആദ്യത്തെ ഹദീസ്, ബുഖാരിയിലെയും മുസ്ലിമിലെയും എല്ലാറ്റിലെയും ആദ്യത്തെ ഹദീസ്, നീ പുറപ്പെട്ടത് ഒരു പെണ്ണിനെ തേടിയാണെങ്കിൽ പെണ്ണിനെ നിനക്ക് ലഭിക്കും. നീ പുറപ്പെട്ടത് അധികാരം തേടിയാണെങ്കിൽ അതിനെ നിനക്ക് ലഭിക്കും. നീ പുറപ്പെട്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും തേടിയാണെങ്കിൽ അതിനെ നിനക്ക് ലഭിക്കും. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീസാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരു പെണ്ണിനെയും മതം മാറ്റാൻ വേണ്ടി നമ്മളാരും പ്രണയിക്കേണ്ടതില്ല. ഒരു അധികാരത്തെയും നമ്മൾ മതത്തിന് വേണ്ടി കൂട്ടിപ്പിടിക്കേണ്ടതില്ല. അഥവാ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതയിലേക്ക് പോകരുതേ. എൻ്റെ പ്രിയപ്പെട്ട KMCCയുടെ വക്താക്കളോട് ഒരു പെൺകുട്ടിയും അത്തരം ചാബല്യത്തിലേക്ക് പോകല്ലേ. ഈ പാവം ഉമ്മയുടെയും ഉപ്പയുടെയും ചാരത്ത് ചേർന്നും അതോടൊപ്പം മാറത്ത് ചേർന്നും ഏറ്റവും മനോഹരമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർത്തിയാക്കണം. ചടുലമായ രീതിയിൽ അള്ളാഹുവിൻ്റെ നേരായ പാതയിൽ മനുഷ്യരെ മുഴുവൻ സ്നേഹിച്ച് അവരെ മുഴുവൻ സഹായിച്ച് ഏറ്റവും മനോഹരമായി നമുക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഈ പെൺകുട്ടികളെ, പ്രത്യേകിച്ച് ആണുങ്ങളോട് നിങ്ങളൊരിക്കലും ഇകഴ്ത്തല്ലേ. അമ്മിയിൽ അരച്ചരച്ച് കൈകൾ കുഴയാത്തതിന് നിങ്ങളവരെ കുറ്റപ്പെടുത്തല്ലേ. അമ്മിയിൽ അരയുന്നത് പാവം അവളാണ്. അടുപ്പിലൂതി ഊതി കണ്ണുകൾ നിറയാത്തതിന് നിങ്ങളവരെ കുറ്റപ്പെടുത്തല്ലേ. അടുപ്പിലെ വിറകായി എരിയുന്നത് പാവം അവളാണ്. അരച്ചരച്ച് അഥവാ ഇതൊക്കെ പോകുന്നത് പോലെ ഇരുട്ടത്തിരി വെളിച്ചം തന്നില്ലെന്നോതി നിങ്ങളവരെ കുറ്റപ്പെടുത്തല്ലേ. ചിതയിലെ അഗ്നി പോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കത്തിയാളുന്നത് പാവം അവളാണ്. അതുകൊണ്ട് ഈ പാവങ്ങളായ സ്ത്രീകളെ സ്നേഹപൂർവ്വം കൂടെ കൂട്ടി ഈ പാവം ദിശനാശാലികളായ പുരുഷന്മാരെ ഒന്നിച്ച് നിങ്ങൾ സഹകരണത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് പോകണേ. ഒരിക്കലും പുരുഷന്മാരെ അടിമയാക്കരുത്. അടിമയാക്കിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നറിയോ? കുറേ സ്ത്രീകളുണ്ട് അങ്ങനെ പുരുഷന്മാരെ പിടിച്ച് അടിമയാക്കി അവസാനം അടിമന്റെ അടിമയായിട്ട് കഴിയും. മറ്റു പല സ്ത്രീകളുണ്ട് തൻ്റെ പുരുഷന്മാരെ ചക്രവർത്തിയാക്കി ആ ചക്രവർത്തിയുടെ റാണിയായിട്ട് കഴിയും. എങ്ങനെയാ കഴിയേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ? നമുക്ക് റാണിയായിട്ട് കഴിയണോ അതോ അടിമയായിട്ട് കഴിയണോ എന്ന്. അങ്ങനെ എല്ലാവരും റാണിമാരാകട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ രാജകുമാരന്മാരും രാജകുമാരിമാരും ആകട്ടെ. ഈ ജൈത്രയാത്രയ്ക്ക് വീണ്ടും തുടക്കമുണ്ടാകട്ടെ. ഗൾഫിൽ വെച്ച് നടക്കുന്ന അതിമനോഹരമായ പരിപാടിക്ക് ഇന്നത്തത് ഒരു തുടക്കമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മഹാരഥന്മാരെ ഓർത്തുകൊണ്ടും ഇന്നത്തെ ആളുകൾ നല്ല സമരസത്തോടു കൂടി പോയിക്കൊണ്ടും ഒരിക്കലും സംഘടനാ സങ്കുചിതത്വമില്ലാതെ എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ടും മൊത്തം മാനവരാശിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഭാവിയിലെ ഇന്ത്യയുടെ സംസ്കാരത്തിന് തിരിച്ചു പിടിക്കാനുള്ള നോവോടുകൂടിയുള്ള പ്രാർത്ഥന കൊണ്ടും KMCC ഒരു നോവായും തണലായും ഒരു ഇതിഹാസമായും മാറട്ടെ. ജയ് KMCC, ജയ് ജില്ല കാസർഗോഡ് ജില്ല KMCC. ഹാവ് എ നൈസ് ഡേ ഓൾ ഓഫ് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.